നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ച ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ബി.ജെ.പി. കൌൺസിലർമാരുടെ ഡിവിഷനുകളെ കോർപ്പറേഷൻ ഭരണസമിതി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്നു കിടക്കുന്ന കെ.എസ്.ആർ.ടി.സി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത കോർപ്പറേഷൻ നടപടിയിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധയോഗം മുൻ മേയർ ഐ.പി. പോൾ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാഡർ ഉന്നതിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. കാഡർ വീട്ടിൽ രാജീവനാണ് പരിക്കേറ്റത്. മാള പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാതെ ജല അതോറിറ്റി. കുടിവെള്ളം മുടങ്ങിയിട്ട് 6 ദിവസം. ജനങ്ങളുടെ പ്രതിഷേധം ശക്തം. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് നാളെ കൊടിയേറും. വൈകിട്ട് 4:30 വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. 11, 12 തീയതികളിലാണ് തിരുനാൾ. തുടർച്ചയായി 5-ാം ദിവസവും സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 920 രൂപ വർദ്ധിച്ച് 89,480 രൂപയും ഗ്രാമിന് 115 രൂപ വർദ്ധിച്ച് 11,185 രൂപയുമായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുടരുന്ന മൗനം ദുരൂഹമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തുന്ന മാർച്ചോടെ ശബരിമലയെ സംരക്ഷിക്കാൻ ബി.ജെ.പി. നയിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന് തുടക്കമിടുമെന്നും എം.ടി. രമേശ്. പ്രവാസി ക്ഷേമനിധി സംരക്ഷിക്കണമെന്നും ക്ഷേമനിധിയിലേക്ക് കേന്ദ്രവിഹിതം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഗയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കുന്നംകുളം ചൊവ്വന്നൂരിൽ കൊല്ലപ്പെട്ടത് തമിഴ്നാട് സ്വദേശി ശിവയാണെന്ന് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട ശിവയുടെ മകൻ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പെരിങ്ങോട്ടുകര കിഴക്കുമുറി കൈമഠം ജോസിന്റെ ഭാര്യ 69 വയസ്സുള്ള എൽസിയാണ് മരിച്ചത്. മലയോര ഹൈവേയുടെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 600 മീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. തങ്ങൾപ്പടി സ്വദേശി പാലക്കൽ വീട്ടിൽ മുഹാഫിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവ് സെന്ററിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിൽ മാർഗരേഖയായി. KSTP അധികൃതരും വ്യാപാരി പ്രതിനിധിയും പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഗിഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ കായികമേളയുടെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ 42 സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 700-ൽ പരം കായിക പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. തൃശൂർ ഭജനോത്സവം ഈ മാസം 9 മുതൽ 12 വരെ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടക്കും. രാവിലെ 9-ന് ആരംഭിക്കുന്ന ഭജനോത്സവം രാത്രി 10-ന് സമാപിക്കും. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ത്രിദിന ഇന്റർനാഷണൽ കോൺഫറൻസ് 9, 10, 11 തീയതികളിൽ നടക്കും. 9-ന് രാവിലെ ആരംഭിക്കുന്ന കോൺഫറൻസ് ഇൻഫോ പാർക്ക് കേരള ആൻഡ് സൈബർ പാർക്ക് CEO സുശാന്ത് കുരുന്തിൽ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ 1988-89 ബാച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചു. CJ ജെൻസൺ അധ്യക്ഷത വഹിച്ചു.
താന്യം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ കോട്ടശ്ശേരി വത്സന് സഞ്ചാരയോഗ്യമായ വഴി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് വോയ്സ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂരജ് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണ്ണപ്പാളി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നു. മധ്യമേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പാർട്ട് ONA ഫിലിംസിന്റെയും ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ PJ ആന്റണി സ്മാരക അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. നാടകരചന, ഡോക്യുമെന്ററി ഫിലിം, ഷോർട്ട് ഫിലിം, PJ ആന്റണിയുടെ നാടകത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മനോധർമാഭിനയ മത്സരം എന്നിവയിലാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എളവള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി ഫലവൃക്ഷ തൈകൾ നട്ടു. കണിയാന്തുരത്തിലുള്ള കുളവെട്ടി പച്ചത്തുരത്തിനോട് ചേർന്നാണ് 16 പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ടത്. മടത്തിൽപ്പടി പാടശേഖരത്തിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ച് കൊണ്ടാഴി പഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏനാമക്കൽ വടക്കേ കോഞ്ചിറ കൊൾപ്പടവിൽ പുതുതായി നിർമ്മിച്ച മോട്ടോർ പുരയുടെ സമർപ്പണം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലത്തി വേണുഗോപാൽ മോട്ടോർ പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ കലോത്സവത്തിന് തുടക്കം. ഡോക്ടർ PM ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ദർശന തിരുനാളിന് കൊടിയേറി. ഈ മാസം 15, 16 ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഫാദർ പിന്റോ പുലിക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന് SSKയിൽ നിന്നും അനുവദിച്ച സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായിരുന്നു. വയലാർ അവാർഡ് നേടിയ E. സന്തോഷ് കുമാറിനെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ കോലഴിയിലെ വീട്ടിലെത്തി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്മൽ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ സമൃദ്ധി കുടിവെള്ള പദ്ധതിക്ക് കൊണ്ടാടിയിൽ തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സ് കൌൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ നിർവഹിച്ചു. 7ാമത് ജില്ലാ ബദിര ചെസ് ടൂർണമെന്റിൽ കുന്നംകുളം CSI ബദിര വിദ്യാലയം ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ ജില്ലാ ബദിര സ്പോർട്സ് കൌൺസിൽ 2ാം സ്ഥാനവും ചാലക്കുടി ബദിര ക്ലബ്ബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പൊറത്തിശ്ശേരി ശാഖയിലേക്ക് നിക്ഷേപകൻ പെട്രോൾ ഒഴിച്ചു. പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തിയ പൊറത്തിശ്ശേരി സ്വദേശി കുത്തുപാലക്കൽ സുരേഷാണ് പെട്രോൾ ഒഴിച്ചത്. പൂങ്കുന്നം സെന്ററിന് സമീപമുള്ള റോഡിലെ മാൻഹോൾ അപകട ഭീഷണിയാകുന്നു. മാൻഹോളിന്റെ മുകൾ ഭാഗത്തെ സ്ലാബ് ഇടിഞ്ഞ് താഴ്ന്നതിനാൽ ഇവിടെ ഒരു കുഴിയായി മാറിയിരിക്കുകയാണ്. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പോട്ട KECU UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് മുൻ ജില്ലാ ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 22 മുതൽ 25 വരെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ P. സാബിറ നിർവഹിച്ചു. കൊടകര മനക്കുളങ്ങര KV UP സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ രാജൻ നെല്ലായി ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.